സെക്രട്ടറിന് മുമ്പിൽ 38 ദിവസമായി ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. 39ാം ദിവസം മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഇപ്പോൾ സമര നേതാവ് മിനി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് നാളത്തെ സമരപരിപാടികൾ? 38 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ സമരം. നാളെ മുതൽ 3ാം ഘട്ട സമരമാണ് ആരംഭിക്കുന്നത്. സമരത്തിൻ്റെ തുടർച്ച തന്നെയാണ്. രാവിലെ തന്നെ നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം രാവിലെ തന്നെ ഇവിടെ ആരംഭിക്കും. തുടർന്ന് അങ്ങോട്ട് ആശാവർക്കർമാർ കേരളത്തിൽ പുതിയൊരു സമര ചരിത്രം കുറിക്കുകയാണ്. നാളത്തെ സമരപരിപാടികൾ എത്ര പേരാണ് നിരാഹാരം കിടക്കുന്നത്? ഞങ്ങൾ 3 പേര് വിധമുള്ള ബാച്ചാണ് ഉദ്ദേശിക്കുന്നത്. നാളെ അത് ആരംഭിക്കും. പിന്നീട് ഇപ്പോൾ ധാരാളം ആശാവർക്കർമാർ ഈ നിരാഹാരത്തിന് സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുന്ന നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ഒരു പ്രയോറിറ്റി നിശ്ചയിക്കാൻ പോകുന്നത്. അത്രത്തോളം പിന്തുണയാണ് ആശാവർക്കർമാരുടെ ഭാഗത്ത്, സന്നദ്ധതയാണ് വരുന്നത്. അപ്പം ഓരോ ദിവസവും ഓരോരുത്തർ അങ്ങനെ രീതിയിലായിരിക്കും? അങ്ങനെയല്ല, നിരാഹാരം കിടക്കും, അവരെ മാറ്റേണ്ടുന്ന ഘട്ടം വരുമ്പോൾ മാറ്റി പുതിയ ആളെ ചേർക്കും, അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ സെക്രട്ടറി വളഞ്ഞുള്ള ഒരു സമരത്തിലേക്ക് പോയി. ആ സമയത്താണ് നേരത്തെ ഓണറേറിയത്തിനുണ്ടായിരുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഇനി കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകുമ്പോൾ മാത്രമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുക? കഴിഞ്ഞ ദിവസമാണ് ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടൊരു ഉത്തരവ് വന്നത്. പക്ഷേ ആ ഉത്തരവിനകത്ത് ഗുരുതരമായ ചില പെശകുകൾ ഞങ്ങളത് കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഫിക്സഡ് ഇൻസെൻറ്റീവിന് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഓണറേറിയത്തിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ എടുത്ത് ഇൻസെൻറ്റീവ് വെക്കുകയും ആ ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഓണറേറിയത്തെ ഓണറേറിയം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു മാനദണ്ഡമായി മാറിയിരിക്കും. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണെങ്കിലും അങ്ങനെ ഒരു വളരെ ഗൂഢമായൊരു ലക്ഷ്യം കൂടെ അതിനകത്ത് ആ ഓർഡറിനകത്തുണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ ഓർഡർ പിൻവലിച്ച് ശരിയായൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം. ആളുകളെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും സർക്കാർ ശ്രമിക്കരുതെന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ളത്. അതായത് സർക്കാർ അന്ന് ഇറക്കിയ ഉത്തരവ് അത് പറ്റിക്കപ്പെടുന്ന തരത്തിലുള്ള ഉത്തരവായിരുന്നു. തീർച്ചയായിട്ടും ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്ന, അതിനകത്ത് പിന്നെ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാടില്ല എന്നാണ്. ആ ഫിക്സഡ് ഇൻസെൻറ്റീവിന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയും ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ ഓണറേറിയം കുറയ്ക്കും എന്ന് പറയുന്ന പുതിയൊരു വിചിത്രമായൊരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് എതിർക്കപ്പെടേണ്ടതെന്ന് മാത്രമല്ല, സമരമുഖത്ത് വന്ന ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രതികാര നടപടിയായിട്ടൂടെ ഈ ഓർഡർ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് ആ ഓർഡറും കൂടെ പിൻവലിപ്പിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഇപ്പം ഞങ്ങളുടെ അതൊരു പ്രധാനപ്പെട്ട ഡിമാൻഡായിട്ട് മാറുകയാണ്. ഞങ്ങളും കൂടെ തിരഞ്ഞെടുത്ത് വിട്ട സർക്കാരാണ് ഇരിക്കുന്നത്, ജനാധിപത്യ ഗവൺമെൻറ്റാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവലാതികൾ കേൾക്കണം, പരിഗണിക്കണം, പരിഹരിക്കേണ്ടതൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അവരെന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ചെയ്യട്ടെ. എന്നാലും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഞങ്ങൾ ആ തുടക്കം മുതൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സഹന സമരമാണ്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം നിർലോഭമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാരണവശാലും ഇത് അവസാനിപ്പിക്കില്ല. നാളെ മുതൽ സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് ആശാവർക്കർമാർ കടക്കുന്നത്. ക്യാമറമാൻ പത്മവാനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.